നമുക്കിന്ന് ചിക്കൻ ക്രോക്കറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ കട്ട്ലറ്റ് പോലെ ഇരിക്കും വെച്ചാലും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ടേസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷവർമ്മ കടിക്കുമ്പോൾ എങ്ങനെയാ എന്താണോ ഫീൽ ചെയ്യുന്നത് അതേ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിലധികം മസാലകളൊന്നുമില്ല, ഉരുളക്കിഴങ്ങൊന്നും ചേർക്കില്ല, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളന്ന് തോമസ് ആൻഡ് ഗാസയിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അന്ന് അവിടെ വെച്ചിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കണത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എങ്ങനെയെങ്കിലും റെസിപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ പീസ് ഉപ്പും കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. തൊടുമ്പോഴേക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. കുക്കറിലാണ് വേവിച്ചെടുത്തത്. അപ്പം ഞാൻ രാവിലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കറി വെക്കുമ്പോൾ കുക്കറിൽ വേവിച്ചപ്പോൾ ഒരുമിച്ചിട്ട് വേവിച്ചതാണ്. അതിൽ നിന്നൊരു 4-5 പീസ് എടുത്ത് വെച്ചു എന്ന് മാത്രം. അത് ഇതുപോലെ ചീളായിട്ട് ഇതുപോലെ നീളനെ ഉള്ള പീസായിട്ട് തന്നെ ഇതുപോലെ നല്ല നീളനെ തന്നെ കൊല്ലുന്നതിനുള്ള പീസുകളായിട്ട് ഇതുപോലെ പിച്ചി ഒന്ന് നുള്ളി ഇടണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ്. അതിൻ്റെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ പീസസ് കിടക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടീസ്പൂണൊന്ന് ഇളക്കി നോക്കുക. അടിയിലൊക്കെ വലിയ പീസുകളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നീളനെ നുള്ളി ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാരണ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് തന്നെ ഇടണം കേട്ടോ. ഇതിൽ മൂക്കൊന്നും ചെയ്യരുത്. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ്. ഇത് ആ ഒരു പച്ചപ്പ് മാത്രം മാറിയാൽ മതി. അതുകൊണ്ടാണ് എല്ലാം ഒന്നിച്ചിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുത്തത്. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി അപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഒറിഗാനോ ചേർക്കണം കേട്ടോ. അത് മെയിനായിട്ട് എന്തായാലും ചേർക്കണം. പിന്നെ 4 ടീസ്പൂൺ മൈദപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മൈദമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ആദ്യം 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് ഇളക്കി നോക്കി. പക്ഷേ നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചക്കറികളിലെല്ലാം കോട്ടായി വരുന്ന രീതിയിൽ ആ ഒരു മൈദ വേണം. അപ്പം ഞാനൊരു ടീസ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇതുപോലെ ഇളക്കുമ്പോൾ അതിലേക്കൊക്കെ ഒന്ന് കോട്ടായി നമുക്കൊന്ന് കാണുന്ന രീതിയിൽ വേണം മൈദമാവ് ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇത്ര തന്നെ മതി കേട്ടോ. 4 ടീസ്പൂൺ പാകത്തിനാണ്. അധികമായാൽ മൈദ കൂടിപ്പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ആ മൈദമാവിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കുക. അതിന് ശേഷം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ച് മിക്സാക്കി ഫുള്ളായിട്ടും അവസാനം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അത് മിക്സാക്കി എടുക്കാൻ. അപ്പോഴേ മൈദമാവായതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ കൊഴുത്ത് ഇങ്ങനെ വരും. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവ് പോലെയായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ വെള്ളം മുഴുവനായിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് മൈദമാവ്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഇനി ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വേവ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ 1 കപ്പ് ഞാനിവിടെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്ത് ഇനി ഇതൊന്ന് വറ്റി വരണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ഇപ്പോൾ ഈ കാണുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വലിഞ്ഞ് വരണം. ആ സമയത്താണ് നമ്മളിതിലേക്ക് നേരത്തെ ചീളാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസസ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളിത് അവിടെ ടേസ്റ്റ് നോക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യം വേണമായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മൈദമാവ് അങ്ങനെ മിക്സായി വന്നപ്പോൾ അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വല്ലാണ്ട് മുന്നിട്ട് നിൽക്കരുത്. ഉപ്പിട്ട് ഒരു പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് നമ്മളവിടെ ഉതിർത്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ മതിയിട്ട് മല്ലിയില പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും ഇതിൽ വല്ലാണ്ട് മുന്നിട്ട് നിൽക്കരുത്. അപ്പോൾ ഇതിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറികൾ ഇട്ട് കൊടുക്കട്ടെ. ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാബേജും ഉണ്ടെങ്കിൽ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അതിൻ്റെ ഒപ്പം തന്നെ ക്യാപ്സിക്കം ഇട്ടപ്പോൾ തന്നെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും, നല്ലതുമാണ്. ഇതൊന്ന് വലിയിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ പരത്തി വെച്ചിട്ട് വീണ്ടും ഫോൾഡ് ചെയ്യുക. അങ്ങനെ പരത്തുക, വീണ്ടും ഫോൾഡ് ചെയ്യുക. അങ്ങനെ വേണം കുക്ക് ചെയ്തിട്ടെടുക്കണേ. അപ്പോൾ എല്ലാ ഭാഗവും നല്ല ഈവണായിട്ട് തന്നെ കുക്കായി വന്നോളും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നാവും കേട്ടോ. മൈദമാവല്ല, അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതാവും. ഫ്ലെയിം ലോവിൽ തന്നെ വെച്ച് കൊടുക്കണം. ആദ്യമേ തൊട്ട് ലോവിൽ തന്നെയാണ് ഫ്ലെയിം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വലിഞ്ഞു വന്നിട്ട് വലിഞ്ഞാലും ഒന്നും കൂടി കുറച്ച് നേരം ഇട്ടിട്ട് ഇതുപോലെ പരത്തി ഇട്ടിട്ട് കുക്ക് ചെയ്ത്
നമുക്ക് തോന്നണത് നന്നായി വലിവ് പോലെ തോന്നണം. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഒരുവിധം നമുക്ക് ഒന്ന് ഉരുട്ടാവുന്ന പരിവാകുമ്പോൾ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസോ ചെഡാർ ചീസോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു 1/4 കപ്പോളമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. വല്ലാണ്ട് അധികം ചീസ് ഇടരുത്. അപ്പോൾ അത് പൊട്ടിയിട്ട് നമ്മൾ ഉണ്ടയാക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ചീസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഇത് മിക്സ് ആവുക. അപ്പോൾ നമ്മുടെ ഒരു ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടി ഷേപ്പാക്കാം, ബോൾസ് ആക്കാം, അല്ലാതെ നീളനെയുള്ള ഷേപ്സ് വേണമെങ്കിൽ ആക്കാം. പക്ഷേ ഓയിലൊന്ന് തൊട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ചൊന്ന് കയ്യിൽ തടവിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇത് കയ്യിൽ നല്ലാണ്ട് ഒട്ടി പിടിക്കും. ഒരു വട്ടം ഒന്നോ രണ്ടോ വട്ടം ആദ്യത്തെ ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കയ്യിൽ. അപ്പോൾ പിന്നെയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നല്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വല്ലാണ്ട് വലുതാക്കണ്ട. അപ്പോൾ ഉൾഭാഗത്തേക്ക് ഫ്രൈ ആയി വരാനായിട്ട് ഇത്തിരി പാടാവും. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്കിത് കോട്ടിങ്ങിനായിട്ട് മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ മഞ്ഞ എടുക്കണില്ല. ആ വെള്ള ഭാഗം മാത്രം 2 മുട്ടയുടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒറിഗാനോ എന്തായാലും ചേർക്കണം കേട്ടോ. രണ്ടിലും നല്ലൊരു ടേസ്റ്റാണ്. ഒരു ബൗളിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഒരു നനവില്ലാത്ത ടീസ്പൂൺ ബ്രെഡ് ക്രംസിൽ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയിലേക്ക് ഫോർക്കാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഫോർക്ക് തന്നെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫോർക്ക് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്യുക, നല്ലോണം കോട്ട് ചെയ്യുക. മുട്ടയുടെ വെള്ള ഭാഗം ഒന്ന് നന്നായിട്ട് കോട്ടാക്കി എടുത്തിട്ട് ഇതുപോലെ കോരിയെടുക്കുക. അപ്പോൾ ടീസ്പൂൺ ആകുമ്പോൾ അതിലേക്ക് തന്നെ മുട്ട തങ്ങി നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഫോർക്ക് ആകുമ്പോൾ അതിൽ കൂടെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഒഴുകി ബാക്കിയുള്ളത് പൊക്കോളും. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ടും ഒന്ന് കോട്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ആദ്യം തന്നെ കോട്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുക, പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് 11 ചെറിയ ബോൾസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ, ഈ ഒരു എമൗണ്ടിൽ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി വെക്കുക. വല്ലാണ്ട് ചൂടാവരുത് ഓയിൽ. കാരണം വല്ലാണ്ട് ചൂടായി കഴിഞ്ഞാൽ ഇട്ട ഉടനെ തന്നെ അത് മുരിഞ്ഞ് പുറം ഭാഗം നല്ല ഫ്രൈ ആയിട്ട് ബ്രൗൺ ആയി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ചൂടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ആ മുരിയുന്ന വരെ ഫ്രൈ ചെയ്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതേ ആയി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡായി, നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് മയണൈസും അല്ലെങ്കിൽ സോസൊക്കെ ചേർത്തിട്ടാണ് ഇത് കഴിക്കുക. പുറമേയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മയണൈസിൻ്റെ ഒപ്പമാണ് കിട്ടുക. അപ്പോൾ മയണൈസ് നമ്മൾ മുട്ടയില്ലാതെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോ ആണ് മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് ഓരോ ബോളിൻ്റെയും മുകളിൽ ഈ മയണൈസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേപോലെ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കുക, ഒന്നും ഒഴിവാക്കരുത്. അപ്പം നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.